സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അപകടത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ മാനവ സ്വഭാവം, അതായത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത, പുതുതായി കണ്ടെത്താനും അജ്ഞാത ലോകത്തിലേക്ക് വ്യവഹരിക്കാനുള്ള കഴിവ്, ആ കഴിവ് യഥാർത്ഥത്തിൽ ഏതൊരാൾക്കും ജനനം മുതൽ ഉള്ളതും വികസിച്ചു വരേണ്ടതുമാണ്. അതിന് അയാൾ ജനിച്ച സമയത്തുള്ള സംവേദന രീതി, അതായത് മാതൃഭാഷ എന്നുള്ളതുകൊണ്ട് അമ്മമാരില്ലെങ്കിൽ ആ ഭാഷ ഇല്ല എന്നല്ല, ജീവിക്കുന്ന ഭാഷ, ആ ജീവിക്കുന്ന ഭാഷയിലാണ് അയാളുടെ മാനസിക വ്യാപാരങ്ങളുടെ ശക്തമായ അടിത്തറയും ശക്തമായ സ്വാധീനവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാതൃഭാഷയിലായിരിക്കണം യഥാർത്ഥത്തിൽ അയാളുടെ ശാസ്ത്രരംഗത്തുള്ള, പ്രത്യേകിച്ച് ഗണിതശാസ്ത്രപരമായതും ഭൗതികശാസ്ത്രപരമായതുമായ അടിത്തറ ഉണ്ടാക്കാൻ. അതൊക്കെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്. അത് നമ്മൾ സ്വാംശീകരിക്കേണ്ട, അസിമിലേറ്റ് ചെയ്യേണ്ട ഒരു ബോധമാണ് അർത്ഥം. അത് നമ്മളെ അകത്ത് തന്നെ ഉണ്ടാവേണ്ട, നമ്മളെ തലച്ചോറിലൊക്കെ ഉണ്ടാവേണ്ട ഒരു ബോധമാണ്. ആ ബോധം ഉണ്ടാക്കാൻ ഏറ്റവും ശക്തമായ മാധ്യമം നമ്മൾ ജീവിക്കുന്ന രീതിയും പരിസരവും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയല്ലാതെ ഉണ്ടാവുന്ന, അതായത് ഒരു എക്സ്റ്റേണൽ ഭാഷ, അതുവരെ ഉപയോഗിക്കാത്ത ഒരു ഭാഷ എത്ര വലിയ സ്വർഗത്തിലെ ഭാഷയാണെങ്കിൽ പോലും, വെള്ളക്കാരൻ്റെ ഭാഷയാണെങ്കിൽ പോലും, അത് അയാളുടെ സർഗാത്മകത പൂർണ്ണമായിട്ടും നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളുകളൊക്കെ തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു സർഗാത്മകതയുടെ കശാപ്പുശാലകളാണ്. ഞാൻ ഒരു വട്ടം കൂടി പറയാം. അതായത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഉത്കൃഷ്ടമായ കഴിവ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വയം കണ്ടെത്താനുള്ള, സ്വയം കണ്ടുപിടിക്കാനുള്ള ആ കഴിവാണ്. അതിനാണ് സർഗാത്മകത എന്ന് പറയാം. നിലവിലിരിക്കുന്ന പല വസ്തുക്കളെയും കൂട്ടിയിണക്കി ഈ നിലവിലില്ലാത്ത വസ്തുക്കളെ ഉണ്ടാക്കുന്ന ആ പ്രക്രിയക്കാണ് സർഗാത്മകത എന്ന് പറയും. ഈ സർഗാത്മകത ഏറ്റവും നന്നായിട്ട്, ഏറ്റവും പ്രബലമാകുന്നത് അയാൾ ജീവിച്ച് വളർന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളുകളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പൂർണ്ണമായും ആ വ്യക്തിയുടെ, ആ കുഞ്ഞിൻ്റെ സർഗാത്മകതയുടെ കശാപ്പുശാലയാണെന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരൊന്നും അവരുടെ പ്രതിഭ തെളിയിച്ചിട്ടില്ല. ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അയാളുടെ യഥാർത്ഥ സർഗാത്മകതയുടെ വളരെ ചെറിയൊരു ഭാഗ്യം അതാവുള്ളൂ. അയാൾ നേരെ മറിച്ച് അത് ചെറുപ്പകാലം തന്നെ അയാളുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ, വ്യവഹരിക്കുന്ന ഭാഷയിൽ
അയാൾ സ്വാംശീകരിച്ച ഭാഷയിലായിരുന്നു എങ്കിൽ പിന്നീട് അയാൾ ഏത് ഭാഷ പഠിച്ചാലും ഏത് ഭാഷയിലും അയാൾക്ക് ഔന്നിത്യവും അതേപോലെ ആ സർഗാത്മകത മറ്റ് ഭാഷകളിലേക്കും മാറാൻ കഴിയും. അതായത് ഇംഗ്ലീഷ് സാഹിത്യം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മലയാളികൾക്ക് കഴിയും. എന്തു വേണം? അവരുടെ ഭാഷയിൽ ആദ്യം അവരുടെ ഭാഷയിൽ വ്യവഹരിച്ച് പിന്നീട് ഇംഗ്ലീഷ് സ്വായത്തമാക്കണം എന്നർത്ഥം. അതായത് അത് LP സ്കൂളിലും നഴ്സറി സ്കൂളിലും അല്ല. ഒരു 10 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഏത് ഭാഷയും പഠിക്കാം. പക്ഷേ അതുപോലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും അടിസ്ഥാന രീതികളും മൂല്യങ്ങളും സ്വന്തം ഭാഷയിൽ തന്നെ, സ്വന്തം മാതൃഭാഷയിൽ സ്വായത്തമാക്കാനുള്ള അവസരം ഉണ്ടാവണം. അതിൻ്റെ കൂടെ മറ്റേത് ഭാഷയും ആവാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അർത്ഥം. അതായത് നിങ്ങൾക്ക് പ്രജാവിദ്യാഭ്യാസമാണെങ്കിൽ, അതായത് ഒരു പ്രജയ്ക്ക് ആവശ്യമായ, പ്രജ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അവകാശമൊന്നുമില്ല, സ്വന്തമായ അവകാശങ്ങളില്ലാത്ത, സ്വന്തം യജമാനെ സേവിക്കാനുള്ള ഇതാണ് അയാളുടെ ഭാവി ജീവിതം എങ്കിൽ അവർക്ക് നല്ലത് പ്രജാവിദ്യാഭ്യാസമാണ്. അവിടെ നല്ലത് യജമാനൻ്റെ ഭാഷ തന്നെയാണ്. നേരെ മറിച്ച് ഒരു പൗരനാണെങ്കിൽ, പൗരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഭൂമിയുടെ, ആ പരമാധികാര രാജ്യത്തിൻ്റെ അവകാശിയാണ്. അവകാശത്തിൽ പങ്കുവഹിക്കുന്നവനാണ്. ഈ പങ്കുവഹിക്കുന്നവൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വവും ലക്ഷ്യവും ആശ്രിതനായിരിക്കുക എന്നുള്ളതല്ല, ആ നിലവിലിരിക്കുന്ന സമൂഹത്തിൻ്റെ വികാസവും പുരോഗതിയും ആണ് അവൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഉദാത്തമായ ലക്ഷ്യങ്ങളാവേണ്ടത്. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിന്, അതായത് പൗരവിദ്യാഭ്യാസത്തിന് ഒരിക്കലും 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 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നഴ്സറി സ്കൂളിലും LP സ്കൂളിലും പാടില്ല 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 എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നർത്ഥം. അതായത് ഞാൻ പറഞ്ഞു വന്നത് LP സ്കൂളിലെയും നഴ്സറി സ്കൂളിലെയും ഒരു സ്വന്തം മാതൃഭാഷയിലല്ലാത്ത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അവരുടെ ജീവിതഗന്ധിയായ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയിലല്ലാത്ത വിദ്യാഭ്യാസ മാധ്യമം എങ്കിൽ അത് ആ കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ സർഗാത്മകത എന്ന ക്രിയേറ്റിവിറ്റിയെ കശാപ്പ് ചെയ്യുന്ന പ്രക്രിയ ആയിരിക്കും എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. എൻ്റെ ഇത്ര കാലത്തെ അനുഭവങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും എനിക്ക് മനസ്സിലായ കാര്യമാണത്. അത് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.